ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇതാ പുറത്ത് വന്ന് നോക്കിയപ്പോൾ നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. നല്ല ഇടിയെല്ലാം വെട്ടി മഴ പെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഇതാ ഒരു പാക്കറ്റ് ബ്രെഡ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നത്തെ ഐറ്റം ബ്രെഡ് കൊണ്ട് തന്നെ ആവാമെന്ന് കേട്ടോ. അങ്ങനെ ഇതാ 3 മുട്ട ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ പാൽ തന്നെ ചേർത്ത് കൊടുക്കുക, അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഞാൻ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ ഇപ്പോഴത്തെ അടുപ്പിൽ ചായയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇത് നന്നായിട്ട് ഒന്ന് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പാൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മുട്ടയുടെ മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ് എടുക്കുക കേട്ടോ. നിങ്ങൾ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കുക. ഇനി ഇതാ പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് നെയ്യ് എടുക്കുക കേട്ടോ. അപ്പം നെയ്യ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. അപ്പം ഏകദേശം ഇത് തീരാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമ്മുടെ ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ചൂടായ പാനിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം പാന് നല്ല വലുതാണെങ്കിൽ 2-3 എണ്ണം ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു സൈഡ് കളറെല്ലാം ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 സൈഡും നമുക്ക് ജസ്റ്റ് ഒന്ന് കളറെല്ലാം ചേഞ്ചായി നന്നായിട്ട് മുട്ടേനെ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതാ 2 സൈഡും നല്ല കളറെല്ലാം മാറി നല്ല മുട്ടയെല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ബാക്കിയുള്ളതും അതേപോലെ ചുട്ടെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ബ്രെഡ് വാട്ടിയത്, നമ്മളിവിടെ ബ്രെഡ് പൊരിച്ചത് എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നിങ്ങൾ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ബ്രെഡ് വാട്ടിയതും നല്ല ചൂടുള്ള ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടോടെ തന്നെ കഴിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. അപ്പം ഉണ്ടാക്കിയ പാടും കഴിച്ച് നോക്കാം. അപ്പം ഇതാ ചായയും കടിയെല്ലാം റെഡിയായി. പക്ഷേ എങ്കിൽ മഴ നമ്മളെ പറ്റിച്ചു ഗൈസ്. മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. മഴ ഇപ്പോഴും ഇതേപോലെ കാറ്റടിച്ചിട്ട് നിൽക്കുകയാണ്, മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.